നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ലഭിക്കുക വമ്പൻ പണി തന്നെ. അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലേക്ക് ജോലിക്കായി എത്തിക്കുന്ന സ്ത്രീകളെ പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെ പല അനുഭവങ്ങളും വരുന്നുണ്ട്. സ്ത്രീകളെ ജോലി വാഗ്ദാനം ചെയ്ത് ഇവിടേക്ക് കടത്തിയ സംഘം ചില സ്ത്രീകളെ പെൺവാണിഭത്തിന് നിർബന്ധിച്ചതായി വെളിപ്പെടുത്തൽ. കുവൈറ്റിൽ നിന്നും മടങ്ങി വന്ന യുവതികളിൽ ഒരാളാണ് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രിയിലെ ശുചീകരണ തൊഴിൽ വാഗ്ദാനം ചെയ്താണ് യുവതിയെ കുവൈറ്റിൽ എത്തിച്ചത്. എന്നാൽ അവിടെ കരാറടിസ്ഥാനത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ മാറി ജോലി ചെയ്യാൻ നിർബന്ധിച്ചു. വാഗ്ദാനം ചെയ്ത ശമ്പളമില്ലെന്ന് പരാതിപ്പെട്ടപ്പോൾ ചിലരുമായി ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് ഇവർ വെളിപ്പെടുത്തുകയാണ്. കേരളത്തിന് പുറമെ ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ഇപ്പോഴും സ്ത്രീകൾ എത്തുന്നുണ്ട്. മലയാളികളായ ചില സ്ത്രീകൾ തന്നെയാണ് ഇടനിലക്കാരായ യുവതികളെ അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുന്നത്. കുവൈറ്റിലെത്തുമ്പോൾ ഇടനിലക്കാരികൾക്കൊപ്പം കുറച്ചു ദിവസം താമസിപ്പിക്കും. ഇതിനിടെ സ്വവർഗരതിക്കിരയായി ബ്ലാക്ക്മെയിലും ചെയ്യും. കുവൈറ്റിലെത്തുമ്പോൾ പുതിയ തൊഴിൽ വിസ പതിക്കാനെന്ന് പറഞ്ഞ് പാസ്പോർട്ട് ഇടനിലക്കാർ വാങ്ങിയെടുക്കും. പിന്നീട് ഇവർ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ യാത്രാരേഖകളില്ലാതെ തങ്ങുന്നുവെന്നും ജയിലിലാക്കുമെന്നും ഭീഷണിപ്പെടുത്തും. എമിഗ്രേഷനിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മനുഷ്യക്കടത്ത് സംഘത്തെ സഹായിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട്. കുവൈറ്റിൽ ഇരകളാക്കപ്പെട്ടവരിൽ ഏറെയും നെടുമ്പാശ്ശേരി വഴി എത്തിയവരാണെന്നാണ് വിവരം. കുവൈറ്റിലേക്ക് 6 മാസത്തിനിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ കടന്ന ശേഷം കാലാവധി കഴിഞ്ഞും തിരികെ എത്താത്തവർ ആരൊക്കെയാണെന്ന് പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ കുവൈറ്റിൽ തട്ടിപ്പിനിരകളായവരിൽ 7 പേരെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവരുമായി മൊബൈൽ ഫോണിൽ വിവരങ്ങളും ആരാഞ്ഞു. എന്നാൽ ഇമെയിൽ രേഖാമൂലം പരാതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും ഭൂരിപക്ഷം പേരും ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം കുവൈറ്റ് മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യപ്രതി കണ്ണൂർ സ്വദേശി മജീദിനെ നാട്ടിലെത്തിക്കാൻ നടപടികളുമായി പോലീസ്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പാസ്പോർട്ട് വിവരങ്ങളും ലഭിച്ചിട്ടുമുണ്ട്. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിലവിൽ അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ അജുവിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ തന്നെ അജുവിനെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മനുഷ്യക്കടത്തിന് പിന്നിൽ മജീദാണെന്നാണ് അജുവിന്റെ മൊഴി. ഇരുവരെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രം ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം വാർത്തകൾ വളരെയേറെ ഗൗരവത്തോടെ തന്നെ കേൾക്കുക. ഒട്ടനവധി പ്രവാസികളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.